രൂപീകരിച്ച സമയത്ത് 17-ൽ 14 മന്ത്രിമാരും ജൂതന്മാരാണ്. ഈ ജൂതബന്ധം ശരിക്കും കമ്മ്യൂണിസത്തിന്റെ തുടക്കം മുതൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ മാർക്സിനെ ഇക്കാര്യത്തിൽ സഹായിച്ചവരൊക്കെ ആരാവട്ടെ, എംഗൽസ് ആവട്ടെ, ലെനിൻ ആവട്ടെ, മുഴുവൻ ആളുകളും അടിസ്ഥാനപരമായി മതത്തെ എതിർക്കുന്നതിന് വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആൾക്കാരാണ്. മതം നശിക്കുന്നിടത്താണ് കമ്മ്യൂണിസം തുടങ്ങുന്നത് എന്നാണ് ലെനിന്റെ കാഴ്ചപ്പാട്. മതം നശിക്കണം, അവിടെ കമ്മ്യൂണിസം തുടങ്ങും. ദൈവത്തെ നിങ്ങൾ എവിടെ കണ്ടാലും ശരി, ദൈവത്തോട് കലഹിക്കണം. സ്വർഗത്തിൽ വെച്ചാണെങ്കിൽ പോലും വി വിൽ ഗ്രാപ്പിൾ വിത്ത് ഗോഡ്. അത് എവിടെ, ഇൻ ദ ഹയസ്റ്റ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ ഉന്നതിയിൽ കണ്ടുമുട്ടിയാലും ശരി, ദൈവത്തെ കണ്ടാൽ കലഹിക്കണം എന്നാണ്. കാണൂല എന്നതിന്റെ അർത്ഥം. ദൈവം എന്ന് പറയുന്ന ഒരു കേവല സങ്കല്പമാണ്, മനുഷ്യനുണ്ടാക്കിയതാണ്. മനുഷ്യന്റെ മനസ്സമാധാനത്തിന് വേണ്ടി അവൻ ഉണ്ടാക്കിയ സങ്കല്പമാണ് ദൈവം എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരും. ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന എന്തുകൊണ്ടാ? നമ്മളെ മുമ്പിൽ വന്നവർ പ്രചരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ രീതിശാസ്ത്രം എന്താ? ഒന്ന്, ലോകത്തെ പീഡിത വർഗത്തോടൊപ്പം ഞങ്ങളുണ്ട്. ലോകത്തെ പീഡിത വർഗത്തോടൊപ്പം ഞങ്ങളുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന വിഭാഗം ഏതാ? പലസ്തീന്റെ മക്കളാ. ജൂതന്മാർ അവരെ പീഡിപ്പിച്ചു. ഈ ജൂതന്മാർക്കൊപ്പമാണല്ലോ പലസ്തീൻ പ്രശ്നത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പന്മാർ നിന്നിട്ടുള്ളത്. മുസ്ലിം സമൂഹത്തിന്റെ മാറിടം പുലർത്തുകൊണ്ട്, അറബികളുടെ മാറിടം പുലർത്തുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾ ലോകമഹായുദ്ധാനന്തരം മുസ്ലിങ്ങളുടെ ഭൂമി പങ്കുവെച്ച് ബാൾഫർ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ജൂതന്മാർക്കൊരു ഇടം നൽകി, വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന പ്രോമിസ്ഡ് ലാൻഡ്, അത് കൊടുക്കാൻ വേണ്ടി ഈ പ്രദേശം തെരഞ്ഞെടുത്തപ്പോൾ, ഇസ്രയേൽ എന്ന രാജ്യം രൂപപ്പെട്ടപ്പോൾ ആദ്യമായി അതിന് അംഗീകാരം കൊടുത്താരാ? ഇസ്രയേലിന് ആദ്യമായി അംഗീകാരം കൊടുത്തത്, ഇസ്രയേലിന്റെ പ്രവർത്തനത്തെ അംഗീകരിച്ചത് ആദ്യമായി സോവിയറ്റ് റഷ്യ. പലസ്തീൻ എന്ന രാജ്യം പിറവിയെടുത്തപ്പോൾ ജൂതന്മാരെ അവിടെ കുടിയിരുത്തിയതിനെ, ഈ പലസ്തീനെ ഭിന്നിച്ചതിനെ, ജൂതരാട്ടത്തെ ആദ്യമായി അംഗീകരിച്ചത് സോവിയറ്റ് റഷ്യ. നിങ്ങൾ മനസ്സിലാക്കണേ സംഭവം. പലസ്തീനെ ഭിന്നിപ്പിച്ചിട്ടാണ്, പലസ്തീനിലെ മാറുപടന്നിട്ടാണ് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ജൂതന്മാരെ കുടിയിരുത്തിയത്. ആ ജൂതന്മാരെ കുടിയിരുത്തിയതിനെ, അതാ പലസ്തീൻ ഭിന്നിപ്പിച്ചതിനെ ഏറ്റവും ആദ്യമായി അംഗീകരിച്ചത് സോവിയറ്റ് റഷ്യ. ജൂതരാട്ടം എന്ന് പറയുന്ന ഇസ്രയേൽ നേരത്തെ ഇല്ലല്ലോ ഭൂപടത്തിൽ. ഇസ്രയേൽ എന്ന പ്രദേശം ഭൂപടത്തിലില്ലല്ലോ, പലസ്തീനല്ലേ ഉള്ളൂ. പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശമേ ഭൂപടത്തിലുള്ളൂ. ആ പലസ്തീനെ ഇല്ലാതെയാക്കും വിധം ഒരു പുതിയ രാജ്യം ഉണ്ടാക്കിയപ്പോൾ അതിനെ എന്തുകൊണ്ട് അംഗീകരിച്ചു? അതോടൊപ്പം തന്നെ ഇവരുടെ മറ്റൊരു സ്വഭാവമുണ്ട്, ആക്രമണ സ്വഭാവം. ശരിക്കും അവർ ഈ ആക്രമണ സ്വഭാവത്തോടു കൂടി ജൂതന്മാർ കടന്നു കയറി പിടിച്ചപ്പോൾ ആ ആക്രമണ സ്വഭാവത്തെ അംഗീകരിച്ചു സോവിയറ്റ് റഷ്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതേ കമ്മ്യൂണിസ്റ്റ് സ്വഭാവം എല്ലാ രംഗത്തും അവർക്ക് കാണാൻ കഴിയും. 1917 ബോൾഷെവിക് വിപ്ലവം 7 ദശാബ്ദം കൊണ്ട് ഏകദേശം ആ ബോൾഷെവിക് വിപ്ലവം നടന്നിട്ട് ഒരു 70 കൊല്ലം, അത്രേ കമ്മ്യൂണിസ്റ്റിന് ശരിക്കും ആയുസ്സുണ്ടായിട്ടുള്ളൂ, ഒരു പുരുഷായുസ് ഉണ്ടായിട്ടില്ല. ആ 70 കൊല്ലം കൊണ്ട് 143 മില്യൺ മനുഷ്യരെ കൊന്നു. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ, 143 മില്യൺ മനുഷ്യനെ കൊന്നു. അവരിപ്പോൾ വലിയ സാമ്രാജ്യത്വ വിരോധികളായി വരുന്നുണ്ടല്ലോ. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ വീറോടെ പ്രസംഗിക്കുന്നു, വാശിയോടെ പ്രസംഗിക്കുന്നു. സാമ്രാജ്യത്വത്തിനെതിരെ കമ്മ്യൂണിസം പറയുമ്പോൾ അമേരിക്കക്കെതിരെ, ലോകത്തെ കുത്തക ലോബികൾക്കെതിരെ പറയുന്നു. അമേരിക്ക എത്രയോ ആളുകളെ ഇറാഖിൽ കൊന്നു. അമേരിക്ക അതുപോലെ ലോകത്ത് ഒരുപാട് മനുഷ്യന്മാരെ വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്രസംഗിച്ച് ജനസമൂഹത്തിന്റെ മനസ്സ് ഇളക്കാൻ വരുന്ന ആളുകളുണ്ട്. അവരോട് ചോദിച്ചു നോക്കൂ, 143 മില്യൺ ജനങ്ങളെ 70 കൊല്ലം കൊണ്ട് കൊന്നു കുഴിച്ചു മൂടിയ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. അവർ സമ്മതിക്കും? അവർക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു, 2 ലോക മഹായുദ്ധത്തിൽ മരിച്ചതിനേക്കാൾ ആളുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിന്റെ ദണ്ട് കൊണ്ട് കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തോട് ഫാഷിസ്റ്റുകളാകുന്ന ലോകത്തെ വർഗീയവാദികൾ ചെയ്തതിനേക്കാൾ വലിയ ക്രൂരത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട് എന്ന സത്യം വളരുന്ന തലമുറ മനസ്സിലാക്കിയിട്ടുണ്ടോ? എനിക്ക് സംശയമാണ്. അവരിപ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടാളികളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടിട്ടുണ്ട്. അവർ തന്നെ എഴുതി വെച്ച പുസ്തകങ്ങളിൽ പറയുന്നു, റഷ്യയിൽ 69.7 മില്യൺ ജനങ്ങളെ കൊന്നു. കമ്മ്യൂണിസത്തിന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി മരിച്ചുപോയി ജനങ്ങൾ വെറുതെ മരിച്ചതല്ല. ചൈനയിൽ 67.3 മില്യൺ, ജർമ്മനിയിൽ 3 മില്യൺ, കംബോഡിയയിൽ 2.5 മില്യൺ, അഫ്ഗാനിൽ 10 ലക്ഷം പേർ. കോടിക്കണക്കിന് മനുഷ്യന്റെ മക്കളെ കൊന്ന് കുഴിച്ചു മൂടി എന്നല്ല അതിന്റെ അർത്ഥം.
നിങ്ങൾ മനസ്സിലാക്കണം. ആ കമ്മ്യൂണിസം ലോകത്ത് മതവിശ്വാസത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവരെ എതിർക്കുന്നവരെ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്യും. അത് കമ്മ്യൂണിസത്തിന്റെ ഒരു അടിച്ചമർത്തൽ ശൈലിയാണ്. ഇനി ഈ ലോകത്ത് നടന്ന ഈ സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കും. ലോക ചരിത്രം പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും കമ്മ്യൂണിസം ഈ ലോകത്ത് നടപ്പാക്കിയ പ്രവർത്തനം കാണാൻ കഴിയും. ടിയനൻമെൻ സ്ക്വയറിൽ അവരെ എതിർത്തു എന്നതിൻ്റെ പേരിൽ പ്രതിവിപ്ലവകാരികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥികളെ ചതച്ചരച്ചു കൊന്നില്ലേ? നമുക്ക് വേണ്ട ഇന്ത്യയിലേക്ക് വരാൻ ലോക കാര്യങ്ങളെ കുറിച്ച് മാറ്റിവെക്കാം. പലരും പറയും ഇന്ത്യയിലെ കമ്മ്യൂണിസവും ഇതും തമ്മിലൊരു ബന്ധമില്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസവും അതും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസം വേറെയാണ്, അല്ലെ കേരളത്തിലെ കമ്മ്യൂണിസം മറ്റൊന്നാണ്, നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസം മറ്റൊന്നാണ്. ആര് പറഞ്ഞു? അവരുടെ പൊതുചിന്തയും പൊതുപ്രവർത്തനവും അവർക്ക് അധികാരം കിട്ടുന്ന സ്ഥലത്ത് കാണാൻ കഴിയും. ഒരു 3 പതിറ്റാണ്ട് കാലത്തെ തുടർച്ചയായ ഭരണമാണ് പശ്ചിമ ബംഗാൾ. ഇന്ന് സകല പത്രങ്ങളും എടുത്ത് വായിച്ചു നോക്കും. നന്ദിഗ്രാമിന്റെ അവസ്ഥ നമ്മൾ ശരിക്കും കണ്ടു കേട്ടു. ലാൽഗഡ് ഇപ്പോഴെന്താ അവസ്ഥ? കേന്ദ്രസേന വരേണ്ടി വന്നു. എന്താണ് അവിടെ വിപ്ലവം നടക്കാൻ കാരണം? കമ്മ്യൂണിസ്റ്റ് സ്വർഗരാജ്യം സ്ഥാപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭരിച്ച ആളുകൾ അവിടെയുള്ള അടിസ്ഥാന വിഭാഗമായ കർഷകർക്ക്, അവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഒരു സൗകര്യവും ചെയ്തു കൊടുത്തില്ല. പാവപ്പെട്ടവന്റെ ഉന്നമനമല്ലേ ആ പാർട്ടി? 2 ദിവസം മുമ്പ് ഒരു പത്രത്തിൽ കണ്ടോ നിങ്ങൾ? പിടിച്ചെടുത്ത ഭൂമിയിൽ കർഷകർ നിലം ഉഴുന്ന ഫോട്ടോ. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് സംഭവിക്കാൻ പാടുണ്ടോ? പൊതു ഉടമാവകാശത്തിൽ ഭൂമി കൊണ്ടുവരണമെന്ന് ലോകത്ത് വാദിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വന്തം ഭരണം 30 കൊല്ലത്തിലധികമായി നടക്കുന്ന ഒരു പ്രദേശത്ത് ജനങ്ങൾക്ക് കൃഷിഭൂമിയില്ല, ഉള്ള കൃഷിക്ക് വില കിട്ടുന്നില്ല, ജോലിയില്ല, സൗകര്യമില്ല. അവർ വിപ്ലവകാരികളായി മാറുന്നു. മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒതുക്കിയാലും ശരി, കമ്മ്യൂണിസത്തിനെതിരെയുള്ള വിപ്ലവമല്ലേ നടക്കുന്നത്? നന്ദിഗ്രാമിൽ എന്തേ സംഭവിച്ചത്? കുത്തക ലോബിക്കെതിരെ പ്രസംഗിക്കുന്ന ആളുകൾ ഭൂമി കുത്തക ലോബിക്ക് വിറ്റു. 70% പരം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശം തന്നെ നോക്കി വിട്ടു. ആ സ്ഥലം തന്നെ വിറ്റു. അതെന്തേ അവിടെ തന്നെ വിൽക്കാൻ കാരണം? അതിനെ എതിർത്തവരെ അടിച്ചമർത്തിയതാര? പോലീസല്ല, പട്ടാളമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാക്കിയ റെഡ് വളണ്ടിയർമാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാക്കിയ റെഡ് വളണ്ടിയർമാരാണ് അവരെ എതിർത്തത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മിലിറ്റൻസി, അടിച്ചമർത്തൽ, അത് അവരുടെ ഒരു തൊഴിലാണ്. അത് ലെനിനും സ്റ്റാലിനും ഒക്കെ ആ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിരുന്ന ആൾക്കാരാണ്. 1ാം സ്ഥാനത്ത് സ്റ്റാലിനുണ്ട്. സ്റ്റാലിനിസം എന്ന് പറയുന്നൊരു ഏർപ്പാട് തന്നെയാണ്. അതൊക്കെ പറയുമ്പോഴേക്കും പിന്നെ കമ്മ്യൂണിസത്തിന്റെ ഫ്രോഡിയാത്തുകൾ ഒരുപാട് പറയേണ്ടി വരും. അതിനിവിടെ സമയം ഉണ്ടാവില്ല. നമ്മളിതിന്റെ ഗൗരവം മനസ്സിലാക്കിയാൽ മതി. അതൊക്കെ പറഞ്ഞാലും ചില കമ്മ്യൂണിസ്റ്റുകാർ പറയും അതൊക്കെ അവിടെയല്ലേ, റഷ്യയിലല്ലേ, ഹംഗറിയിലല്ലേ, പോളണ്ടിലല്ലേ? റഷ്യ, ഹംഗറി, പോളണ്ട്, റൊമാനിയ, ചെക്കോസ്ലവാക്യ ഒക്കെ വലിച്ചെറിഞ്ഞല്ലോ ഈ പ്രത്യയശാസ്ത്രത്തെ. ഞങ്ങൾക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഈ പ്രത്യയശാസ്ത്രം വേണ്ടാന്ന് പറഞ്ഞു. റൊമാനിയയിലെ ഭരണാധികാരി എപ്പോഴും ജനങ്ങൾ പട്ടിയെ കൈകാര്യം ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്തില്ലേ? എന്താ കാരണം? ജനങ്ങളെ അത്രമാത്രം വെറുപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രം പറയില്ല. റഷ്യയിൽ തന്നെ ഗ്ലാസ്നോസും പെരിസ്ട്രോയ്ക്കയും വന്നപ്പോൾ നമ്മൾ എന്താ കണ്ടത്? അവിടെയുള്ള ഭരണാധികാരികളുടെ സുഖങ്ങളും സൗകര്യങ്ങളും ജനങ്ങൾ അറിഞ്ഞു. സാധാരണക്കാരനെ പേടിപ്പിച്ചു. ഭരണാധികാരികൾ സുഖിച്ചു. ജനാധിപത്യത്തിലും രാജഭരണത്തിലും നടക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. കമ്മ്യൂണിസം എന്നത് യാഥാർത്ഥ്യമായില്ല. ലോകത്ത് കരഭാഗത്തിന്റെ സിംഹഭാഗം അടക്കി വരിച്ച സോവിയറ്റ് റഷ്യയിൽ പൊതു ഉടമാവകാശത്തിൽ കൃഷിഭൂമി വന്നപ്പോൾ എന്തുകൊണ്ട് കൃഷി ലോകത്ത് പുരോഗമിച്ചില്ല? അവർക്ക് തന്നെ ഗോതമ്പിന്റെ ക്ഷാമം വന്നപ്പോൾ അമേരിക്കയുടെ മുമ്പിൽ മുട്ടിപിടിക്കേണ്ട ഗതികേട് വന്നല്ലോ ലോകത്ത്. കാർഷിക രംഗത്ത് ദാരിദ്ര്യം വന്നല്ലോ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ കൃഷി ചെയ്ത് എന്തുകൊണ്ടുണ്ടാക്കിയില്ല? അവിടെയാണ് ഉടമാവകാശത്തിന്റെ പ്രസക്തി. നമ്മുടെ ഉടമയിലുള്ള സംഗതിക്കോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് കൂടും. ഇസ്ലാം സ്വകാര്യ ഉടമാവകാശത്തെ അംഗീകരിച്ചു കൊടുത്തു. എന്താ കാരണം? അത് കുത്തകയായി വളരാനല്ല. അവൻ അധ്വാനിക്കട്ടെ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ. എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മുഅ്മിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ജീവിതായോധന മേഖലയിൽ ഒരാൾ അധ്വാനിച്ച് നിൽക്കുന്ന ഒരു മുഅ്മിനാണെങ്കിൽ അവനെ അള്ളാഹുവിനെ കാണുന്ന ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറ അബ്ദഹു തഇബൻ ഫീ മഈശതിഹി എന്നൊക്കെ ഹദീസുണ്ട്. മഈശത്തിന് വേണ്ടി ജോലി ചെയ്ത് ക്ഷീണിച്ച ഒരാളെ കാണാൻ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ തൊഴിലാളിയെ അള്ളാഹു ഇഷ്ടപ്പെടും. അൽ ബത്താലത്തു തുഖ്സിൽ ഖൽബ്. തൊഴിൽ ചെയ്യാതെ വെറുതെ ഇരുന്നാൽ മനസ്സ് കടുക്കും. ഇതൊക്കെ ഇസ്ലാം പറഞ്ഞു. അപ്പം അങ്ങനെ അധ്വാനശീലം വളർത്തിയിട്ട് ഒരാൾ എത്രയും സമ്പാദിച്ചോളട്ടെ, അതിനെന്താ കുഴപ്പം? അത് രാജ്യത്തിന്റെ പൊതുക്ഷേമത്തിന്. അപ്പോൾ ഗൾഫിലൊക്കെ പോയി ധാരാളം സമ്പാദിക്കുന്ന ആളുകളുണ്ട്, അവരെ കൊണ്ട് ഇവിടെ ഗുണമുണ്ടല്ലോ. പക്ഷെ ഇസ്ലാം പറഞ്ഞു ആ സമ്പത്ത് കെട്ടിപ്പൂട്ടി വെക്കാൻ പറ്റില്ല. ഒരു നിശ്ചിത അളവെത്തിയാൽ പാവങ്ങൾക്ക് കൊടുത്തോളണം. സക്കാത്ത് എന്ന് പറയുന്നൊരു സംവിധാനം ശരിക്കും പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു. അതിന് തുല്യമായ സംവിധാനം വേറെന്താ?
നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ പൊതു ഉടമാവകാശം എന്ന് പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്ത് അവർ തടിച്ചു കൊഴുത്ത രംഗം സോവിയറ്റ് റഷ്യയിൽ തന്നെ നമ്മൾ കണ്ടല്ലോ. എന്തുകൊണ്ടത് സംഭവിച്ചു? കമ്മ്യൂണിസത്തിന്റെ പാളിച്ച, ഭൗതിക പ്രത്യയശാസ്ത്രത്തിന് പാളിച്ച പറ്റും. അള്ളാഹുവിന്റെ നിയമമേ ലോകത്ത് അന്യൂനമായി നിൽക്കൂ. ഇവരുടെ മുസ്ലിം വിരുദ്ധ സമീപനം, ഇവരുടെ തന്നെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി ചരിത്രത്തിലൂടെ ബോധ്യപ്പെടും. ഇപ്പൊ USSR, അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തിന്റെ പഴയകാല ചരിത്രം അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവിടെ ഇസ്ലാമിന്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും ചിന്തകന്മാരും ജീവിച്ച മണ്ണായിരുന്നു. അതിന്റെ 10ഓളം പ്രവിശ്യകൾ, 10ഓളം പ്രദേശങ്ങൾ, അതിൽ 9 മുസ്ലിം പ്രദേശങ്ങളാണ്.